നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. വ്രതപുണ്യവുമായി കർക്കിടകം 1. രാമായണത്തിന്റെ പൊരുളും നന്മയും പകർന്നു നൽകുന്ന രാമായണ മാസാചരണത്തിന് തുടക്കമായി. ഇനിയുള്ള 30 നാൾ ക്ഷേത്രങ്ങളും ഹൈന്ദവ ഭവനങ്ങളും രാമായണ ധ്വനികളാൽ മുഖരിതമാകും. കർക്കിടക പുലരിയിൽ തൃശൂർ വടക്കുന്നാഥ ക്ഷേത്രത്തിൽ മഹാഗണപതി ഹോമവും ഗജപൂജയും ആനയൂട്ടും നടന്നു. CCTVയിൽ ദിവസവും രാവിലെയും വൈകിട്ടും 6:30 കർക്കിടക പുണ്യം രാമായണ പാരായണവും പ്രഭാഷണവും സംപ്രേഷണം ചെയ്യും. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ അതിതീവ്ര മഴ തുടരുന്നു. കടവല്ലൂർ പഞ്ചായത്തിലെ പരുവക്കുന്നിൽ ശക്തമായ മഴയെ തുടർന്ന് വീടിന്റെ ഭിത്തി ഇടിഞ്ഞു വീണു. വീട്ടുകാർ പരിക്കേൽക്കാതെ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ചക്കംകണ്ടം മാലിന്യ നീക്കം സംബന്ധിച്ച ആശങ്ക പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ചാവക്കാട് കൗൺസിൽ യോഗത്തിൽ ബഹളം. പ്രതിപക്ഷം കൊണ്ടുവന്ന അടിയന്തര പ്രമേയം ചർച്ച ചെയ്യാത്തതിനെ തുടർന്നുണ്ടായ ബഹളത്തെ തുടർന്ന് ചെയർപേഴ്സൺ യോഗം പിരിച്ചുവിട്ടു. ജനകീയ വിഷയങ്ങളിൽ നിന്ന് ഭരണപക്ഷം ഒളിച്ചോടുന്നുവെന്ന് പ്രതിപക്ഷം. യോഗം കലുഷിതമാക്കിയത് പ്രതിപക്ഷമെന്ന് ചെയർപേഴ്സൺ. റോഡിന്റെ ശോചനീയാവസ്ഥയ്ക്കെതിരെ രാഷ്ട്രീയ വ്യത്യാസം മറന്ന് ഒറ്റക്കെട്ടായി തദ്ദേശ സ്ഥാപന ഭരണസമിതിയുടെ പ്രതിഷേധം. ചേറ്റുവ മുതൽ ചാവക്കാട് ബൈപ്പാസ് വരെയുള്ള ദേശീയപാതയുടെ ശോചനീയാവസ്ഥയ്ക്കെതിരെയും ദേശീയപാത അധികൃതരുടെ നടപടികൾക്കെതിരെയും ഒരുമനൂർ പഞ്ചായത്ത് ഭരണസമിതിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ നടത്തി. വിശദമായ വാർത്തയിലേക്ക്. വ്രതപുണ്യവുമായി കർക്കിടകം 1. രാമായണത്തിന്റെ പൊരുളും നന്മയും പകർന്നു നൽകുന്ന രാമായണ മാസാചരണത്തിന് തുടക്കമായി. ഇനിയുള്ള 30 നാൾ ക്ഷേത്രങ്ങളും ഹൈന്ദവ ഭവനങ്ങളും രാമായണ ധ്വനികളാൽ മുഖരിതമാകും. തോരാമഴ പെയ്യുന്ന കർക്കിടകം മലയാളികൾക്ക് പഞ്ഞക്കർക്കിടകവും കള്ളക്കർക്കിടകവുമാണ്. കർക്കിടക മാസം അവസാനിക്കുമ്പോൾ രാമായണം വായിച്ചു തീർക്കണമെന്നാണ് ഐതിഹ്യം. അതുകൊണ്ടുതന്നെ ക്ഷേത്രങ്ങളിലും വീടുകളിലും ഇനിയുള്ള ഒരു മാസക്കാലം രാമായണ ശീലുകൾ മുഴങ്ങും. ക്ഷേത്രങ്ങളിൽ വിശേഷാൽ പൂജകൾ, ആനയൂട്ട് തുടങ്ങി വിവിധ പരിപാടികൾ നടക്കും. രാമായണ മാസത്തിൽ നാലമ്പല ദർശനവും മറ്റൊരു പ്രത്യേകതയാണ്. രാമലക്ഷ്മണ ഭരത ശത്രുഘ്നന്മാരുടെ ക്ഷേത്ര ദർശനത്തിലൂടെ ദുരിതം തീരുമെന്നാണ് വിശ്വാസം. മൺമറഞ്ഞ പിതൃക്കൾക്ക് മോക്ഷത്തിനായുള്ള ബലിതർപ്പണവും കർക്കിടക മാസത്തെ പ്രത്യേകതയാണ്. കർക്കിടക വാവുബലി നടത്തുന്നതിലൂടെ പൂർവികർക്ക് മോക്ഷം ലഭിക്കുമെന്ന വിശ്വാസത്തിൽ ശിവക്ഷേത്രങ്ങളിൽ പിതൃബലി ദർപ്പണം നടക്കും. 24-ാം തീയതിയാണ് വാവുബലി. വിപുലമായ ഒരുക്കങ്ങളാണ് ഈ ദിവസം ശിവക്ഷേത്രങ്ങളിൽ നടത്തുക. ആരോഗ്യ സംരക്ഷണത്തിനായി തെരഞ്ഞെടുക്കുന്നതും കർക്കിടക മാസമാണ്. ഔഷധക്കൂട്ടുകളോടെ തയ്യാറാക്കുന്ന കർക്കിടക കഞ്ഞി കഴിക്കുന്നത് ആരോഗ്യം നൽകുമെന്നതിനാൽ വീടുകളിൽ ഔഷധക്കഞ്ഞി തയ്യാറാക്കുന്നതും പതിവാണ്. ക്ഷേത്രങ്ങളിലും വിവിധ സംഘടനകളുടെ നേതൃത്വത്തിലും ഔഷധക്കഞ്ഞി വിതരണം നടത്താറുണ്ട്. ആയുർവേദ ചികിത്സയ്ക്കായി തെരഞ്ഞെടുക്കുന്നതും കർക്കിടകമാണ്. കർക്കിടക പുലരിയിൽ തൃശൂർ വടക്കുന്നാഥ ക്ഷേത്രത്തിൽ മഹാഗണപതി ഹോമവും ഗജപൂജയും ആനയൂട്ടും നടന്നു. ആയിരക്കണക്കിന് ആളുകളാണ് ആനയൂട്ട് കാണാനെത്തിയത്. തന്ത്രി പുലിയന്നൂർ ശങ്കരനാരായണൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ രാവിലെ 5:30 അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം നടന്നു. പ്രത്യേകം തയ്യാറാക്കിയ ഹോമകുണ്ഡത്തിൽ 12,008 നാളികേരമടക്കമുള്ള അഷ്ടദ്രവ്യങ്ങൾ അർപ്പിച്ചാണ് അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം നടന്നത്. തുടർന്ന് ഗജപൂജയുണ്ടായി. 4 വർഷത്തിലൊരിക്കൽ പ്രത്യക്ഷ ഗണപതി സങ്കല്പത്തിൽ നടക്കുന്നതാണ് ഗജപൂജ. പ്രത്യേകം തയ്യാറാക്കിയ പന്തലിൽ കരിമ്പടം വിരിച്ച് 5 ആനകളെ വീതം മഞ്ഞപ്പട്ടണിയിച്ചു നിർത്തിയാണ് ഗജപൂജ നടത്തിയത്. ശേഷം തെക്കേ ഗോപുരനടയ്ക്ക് സമീപം ആനയൂട്ട് നടന്നു. ഇത്തവണ 63 ആനകളാണ് ആനയൂട്ടിൽ പങ്കാളികളായത്. അതിൽ പെണ്ണാനകളുടെ വലിയ സാന്നിധ്യവും ശ്രദ്ധേയമായി. 9 പെണ്ണാനകളെ ആദരസൂചകമായി പുതുവസ്ത്രം നൽകി ആദരിക്കുകയും ചെയ്തു. സാവിത്രിക്കുട്ടി എന്ന പിടിയാനയ്ക്ക് ക്ഷേത്രം മേൽശാന്തി ശ്രീരാജ് നാരായണൻ നമ്പൂതിരി ആദ്യ ഉരുള നൽകിയാണ് ആനയൂട്ടിന് തുടക്കമിട്ടത്. പ്രത്യേകം തയ്യാറാക്കിയ ഔഷധക്കൂട്ടുകൾ ചേർന്ന ചോറു ഉരുളയാണ് ആദ്യം നൽകിയത്. പിന്നീട് പൈനാപ്പിൾ, കക്കരിക്ക, വെള്ളരി, കരിമ്പ്, തണ്ണിമത്തൻ, പേരയ്ക്ക തുടങ്ങി പഴങ്ങളും ഗജവീരന്മാർ ഭക്തരിൽ നിന്ന് ആസ്വദിച്ചു കഴിച്ചു. മഴയെ വകവയ്ക്കാതെ നിരവധി പേരാണ് വിവിധയിടങ്ങളിൽ നിന്ന് ആനയൂട്ട് കാണാൻ ക്ഷേത്ര സന്നിധിയിലെത്തിയത്. പ്രത്യേകം ബാരിക്കേഡ് കെട്ടി നിയന്ത്രിച്ചായിരുന്നു ആനയൂട്ട്. സുരക്ഷിതമായി ആനയൂട്ട് നടത്താൻ അധികാരികളുടെ മേൽനോട്ടവും കുറ്റമറ്റതായിരുന്നു. തിരക്ക് നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായി പടിഞ്ഞാറേ നടയിൽ ഭക്തർക്ക് ക്ഷേത്രത്തിനകത്ത് പ്രവേശിക്കാൻ പ്രത്യേക ഫ്ലൈ ഓവർ സജ്ജമാക്കിയിരുന്നു. ആനകൾ പടിഞ്ഞാറേ നടയിലൂടെ പ്രവേശിച്ച് ചടങ്ങിന് ശേഷം കിഴക്കേ നടയിലൂടെ പുറത്തിറങ്ങി. Thank you.
ബംഗാളിൽ അടുത്ത 5 ദിവസം ശക്തമായ മഴയ്ക്ക് സാധ്യത. തെക്ക് കിഴക്കൻ ഉത്തർപ്രദേശിന് മുകളിൽ സ്ഥിതി ചെയ്യുന്ന തീവ്ര ന്യൂനമർദ്ദത്തിന്റെ ഫലമായി കേരളത്തിലും മഴ ശക്തി പ്രാപിക്കും. ജൂലൈ 17, 19, 20 തീയതികളിൽ അതിതീവ്ര മഴയ്ക്കും ജൂലൈ 17 മുതൽ 21 വരെ അതിശക്തമായ അല്ലെങ്കിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. 17 മുതൽ 20 വരെ വടക്കൻ കേരളത്തിലെ വിവിധ ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. വ്യാഴാഴ്ച മുതൽ തിങ്കളാഴ്ച വരെ കേരളത്തിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. അതിതീവ്ര മഴ അപകടങ്ങൾ സൃഷ്ടിക്കുമെന്നും കുറഞ്ഞ സമയം കൊണ്ട് വലിയ മഴയുണ്ടാകുന്ന പ്രവണത മലവെള്ളപ്പാച്ചിലും മിന്നൽ പ്രളയങ്ങളും സൃഷ്ടിച്ചേക്കാമെന്നും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി. നഗരപ്രദേശങ്ങളിലും പൊതുവെ താഴ്ന്ന പ്രദേശങ്ങളിലും വെള്ളക്കെട്ട് രൂപപ്പെടാനും സാധ്യതയുണ്ട്. മഴ തുടരുന്ന സാഹചര്യം മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലും സൃഷ്ടിച്ചേക്കാം. പൊതുജനങ്ങളും സർക്കാർ സംവിധാനങ്ങളും അതീവ ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പുണ്ട്. ശക്തമായ മഴയെ തുടർന്ന് വീടിന്റെ ഭിത്തി ഇടിഞ്ഞു വീണു. വീട്ടുകാർ പരിക്കേൽക്കാതെ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. കടവല്ലൂർ പഞ്ചായത്തിലെ പരുവക്കുന്ന് 16-ാം വാർഡിലെ കോലടിക്കുന്നിൽ പാറമേൽ സഹീറിന്റെ വീടിന്റെ ഒരു വശത്തെ ഭിത്തിയാണ് വ്യാഴാഴ്ച പുലർച്ചെ 2 മണിയോടെ ഉണ്ടായ ശക്തമായ മഴയെ തുടർന്ന് ഇടിഞ്ഞു വീണത്. സഹീറും ഭാര്യയും കുട്ടികളും അകത്തെ മുറിയിലാണ് ഉറങ്ങിയിരുന്നത്. വലിയ ശബ്ദം കേട്ട് നോക്കിയപ്പോഴാണ് മുറിയുടെ ചുമർ തകർന്നു വീണത് കണ്ടത്. കല്ലുകൾ വീണതിനെ തുടർന്ന് സഹീറിന്റെ സഹോദരൻ മുഹമ്മദ് അലിയുടെ വീടിന്റെ ജനലിന്റെ ചില്ലുകൾ പൊട്ടുകയും ടൈൽസിന് കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തു. വിവരമറിഞ്ഞ് പഞ്ചായത്ത് അധികൃതരും വില്ലേജ് ഉദ്യോഗസ്ഥരും സ്ഥലം സന്ദർശിച്ചു. ചക്കംകണ്ടം മാലിന്യ നീക്കം സംബന്ധിച്ച ആശങ്ക പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ചാവക്കാട് കൗൺസിൽ യോഗത്തിൽ ബഹളം. ഈ വിഷയം സംബന്ധിച്ച് പ്രതിപക്ഷം കൊണ്ടുവന്ന അടിയന്തര പ്രമേയം ചർച്ച ചെയ്യാത്തതിനെ തുടർന്നുണ്ടായ ബഹളത്തെ തുടർന്ന് ചെയർപേഴ്സൺ അജണ്ടകൾ അംഗീകരിച്ച് യോഗം പിരിച്ചുവിട്ടു. വ്യാഴാഴ്ച രാവിലെ ചേർന്ന നഗരസഭാ കൗൺസിൽ യോഗത്തിൽ ആദ്യ അജണ്ട വായിക്കുന്നതിന് മുമ്പ് 14-ാം വാർഡ് കൗൺസിലർ സുപ്രിയ രാമചന്ദ്രനാണ് ചക്കംകണ്ടം മാലിന്യ വിഷയത്തിൽ അടിയന്തര പ്രമേയവുമായി എത്തിയത്. അജണ്ടകൾ ചർച്ച ചെയ്ത ശേഷം പ്രമേയം ചർച്ച ചെയ്യാം എന്ന് ചെയർപേഴ്സൺ യോഗത്തോട് പറഞ്ഞു. എന്നാൽ ഗൗരവമായ വിഷയം ആദ്യം തന്നെ ചർച്ച ചെയ്യണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. ഇതോടെ ഭരണ പ്രതിപക്ഷാംഗങ്ങൾ തമ്മിൽ രൂക്ഷമായ വാക്കേറ്റമായി. ചക്കംകണ്ടം വിഷയവുമായി ബന്ധപ്പെട്ട പോസ്റ്ററുകളുമായി പ്രതിപക്ഷാംഗങ്ങൾ ചെയർപേഴ്സന് മുന്നിലെത്തി വിഷയം ചർച്ച ചെയ്തേ തീരൂ എന്ന് ആവശ്യപ്പെട്ടു. ബഹളം ശക്തമായതോടെ ചെയർപേഴ്സൺ അജണ്ടകൾ അംഗീകരിച്ച് യോഗം പിരിച്ചുവിട്ടു. ഗുരുവായൂർ നഗരസഭയുടെ ചക്കംകണ്ടം പ്രദേശത്ത് സെപ്റ്റിക് മാലിന്യം തള്ളുന്നത് മൂലം 13, 14 വാർഡുകളിലെ ജനങ്ങളുടെ ആശങ്ക പരിഹരിക്കണമെന്ന ആവശ്യം ഉന്നയിച്ചായിരുന്നു സുപ്രിയ അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി തേടിയത്. ഏറെ പ്രാധാന്യമർഹിക്കുന്ന ജനകീയ വിഷയം ചർച്ച പോലും ചെയ്യാതെ ഭരണസമിതി നടത്തിയ ഒളിച്ചോട്ടം ജനങ്ങളോടുള്ള തികഞ്ഞ വെല്ലുവിളിയാണെന്നും സീവേജ് പ്ലാന്റിന്റെ മറവിൽ നടന്ന ലക്ഷങ്ങളുടെ അഴിമതി മറച്ചുവെക്കാനുള്ള ശ്രമമാണിതെന്നും പ്രതിപക്ഷം കുറ്റപ്പെടുത്തി. എന്നാൽ വിഷയം ചർച്ച ചെയ്യാം എന്ന് അറിയിച്ചിട്ടും യോഗത്തെ ബഹളത്തിൽ മുക്കിയ പ്രതിപക്ഷമാണ് സഭാ നടപടികൾ കലുഷിതമാക്കിയതെന്ന് ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് പറഞ്ഞു. ചേറ്റുവ മുതൽ ചാവക്കാട് ബൈപ്പാസ് വരെയുള്ള ദേശീയപാതയുടെ ശോചനീയാവസ്ഥയ്ക്കെതിരെയും ദേശീയപാത അധികൃതരുടെ നടപടികൾക്കെതിരെയും ഒരുമനൂർ പഞ്ചായത്ത് ഭരണസമിതിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ നടത്തി. തങ്ങൾപ്പടിയിൽ പഞ്ചായത്ത് പ്രസിഡന്റ് വിജിത സന്തോഷ് ഉദ്ഘാടനം ചെയ്തു. പ്രതിപക്ഷ നേതാവ് KJ ചാക്കോ അധ്യക്ഷത വഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ET ഫിലോമിന, KH കയ്യുമു, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ K ആഷിദ, ഷൈനി ഷാജി, പഞ്ചായത്ത് മെമ്പർമാരായ ഹസീന അൻവർ, നഷ്റ മുഹമ്മദ്, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ എന്നിവർ സംസാരിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KV കബീർ സ്വാഗതവും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KV രവീന്ദ്രൻ നന്ദിയും പറഞ്ഞു. പ്രശസ്ത പുല്ലാങ്കുഴൽ വിദ്വാനും സംഗീത അധ്യാപകനും പുല്ലാങ്കുഴൽ നിർമ്മാണ വിദഗ്ധനുമായ TA ശിവദാസൻ എന്ന ചിത്രാംബരി ശിവദാസന് നാട് സ്നേഹാദരം ഒരുക്കുന്നു. കുന്നംകുളം ഫേസിന്റെ നേതൃത്വത്തിൽ ജൂലൈ 19 ശനിയാഴ്ച ബദനി ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ആദര ചടങ്ങിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ശനിയാഴ്ച വൈകിട്ട് 5 മണിക്ക് നടക്കുന്ന സമ്മേളനം കേരള കലാമണ്ഡലം വൈസ് ചാൻസലർ പ്രൊഫസർ B അനന്തകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. MLA AC മൊയ്തീൻ അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ കലാ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ പങ്കെടുക്കും.
തുടർന്ന് ടി.എ. ശിവദാസനെക്കുറിച്ചുള്ള ഡോക്യുമെന്ററി പ്രദർശനവും പ്രശസ്ത സംഗീതജ്ഞനും സംഗീത സംവിധായകനുമായ ശ്രീവത്സൻ ജെ മേനോൻ നയിക്കുന്ന സംഗീത സന്ധ്യയും ഉണ്ടായിരിക്കുമെന്നും കുന്നംകുളം ഫേസ് പ്രസിഡന്റ് വി കെ ശ്രീരാമൻ, സെക്രട്ടറി സി മോഹനൻ, പി എസ് ഷാനു, പി ജി ജയപ്രകാശ് എന്നിവർ അറിയിച്ചു. ഒരു പാരമ്പര്യം നേരത്തെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇവിടെ ഈ വീണാവാദകനായിട്ടും അതുപോലെ തന്നെ കഥകളി പദങ്ങൾ എഴുതിയിട്ടും ചൊല്ലിയാട്ടം നടത്തിയിട്ടൊക്കെയുള്ള ആളായിരുന്നു ഒരു വലിയ മുന്നണി രാജ. അദ്ദേഹമാണ് കലാമണ്ഡലം സ്ഥാപിക്കുന്നത്. അപ്പോൾ ആ ഒരു കാലഘട്ടം കഴിഞ്ഞിട്ട് നാടകങ്ങളുടെ ഒരു കാലം ഉണ്ടായിരുന്നു. അപ്പോൾ കലയുടെ ഒരു പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു സ്ഥലമായിട്ട് കൂടി കുന്നംകുളം പരിഗണിക്കപ്പെട്ടിരുന്നു, അടയാളപ്പെട്ടിരുന്നു. ഇപ്പോൾ കുറേ കാലമായിട്ട് അവിടെ വായ്പാട്ടുണ്ടായിരുന്നു, തബല പഠിപ്പിച്ചിരുന്നു, ചിത്രം വര പഠിപ്പിച്ചിരുന്നു, അതുപോലെ നൃത്തം പഠിപ്പിച്ചിരുന്നു. അങ്ങനെ എല്ലാതുമായിട്ട് അയാളുടെ ഒരു സംഭവമായിട്ട് ഇങ്ങനെ നടന്നു. അയാൾക്ക് അതിനുള്ള സാമ്പത്തിക ഒരു കഴിവുള്ള ആളായിരുന്നു. അവർ താമസിക്കുന്ന ഒരു കോളനി പോലത്തെ ഒരു സ്ഥലമാണ്. ഇപ്പോഴും അതിൻ്റെ ബാക്കി അവിടെ നിൽക്കുന്നത്. അയാൾ അനിയനൊക്കെ അവിടെ താമസിക്കുന്നു. കടങ്ങോട് തിപ്പിലശ്ശേരി മുക്കിലപ്പീടികയിൽ കിണറ്റിലെ മോട്ടോർ മോഷ്ടിച്ച 2 പേരെ എരുമപ്പെട്ടി പോലീസ് പിടികൂടി. മുക്കിലപ്പീടികയിൽ മൂരായിൽ രവിയുടെ പറമ്പിലെ കിണറ്റിലെ മോട്ടോറാണ് പ്രായപൂർത്തിയാകാത്ത 2 പേർ മോഷ്ടിച്ച് കടങ്ങോട് പരപ്പിലെ ആക്രിക്കടയിൽ വിൽപ്പന നടത്തിയത്. മോട്ടോറിന്റെ ഉടമസ്ഥനായ രവി വാർഡ് മെമ്പർ ഘോഷ് പൂവത്തിങ്കലിനോടൊപ്പം എരുമപ്പെട്ടി സ്റ്റേഷനിൽ പരാതി നൽകിയിരുന്നു. മറ്റൊരു കേസിന്റെ ഭാഗമായി കടങ്ങോട് പരപ്പിലുള്ള ആക്രിക്കടയുടെ മുന്നിലൂടെ പോകുകയായിരുന്ന എരുമപ്പെട്ടി എസ്.ഐ. ജോണിയുടെ ശ്രദ്ധയിൽ മോട്ടോർ പെടുകയായിരുന്നു. തുടർന്ന് ആക്രിക്കട ഉടമസ്ഥനെ ചോദ്യം ചെയ്തപ്പോഴാണ് പ്രായപൂർത്തിയാകാത്ത 2 പേർ കത്തിയ മോട്ടോറാണെന്ന് പറഞ്ഞ് വിൽപ്പന നടത്തിയതാണെന്ന വിവരം ലഭിച്ചത്. പ്രതികളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. പുന്നീർകുളം പഞ്ചായത്ത് തൃപ്പറ്റ് 4-ാം വാർഡിൽ നിർമ്മിച്ച അങ്കണവാടി ശനിയാഴ്ച രാവിലെ 10-ന് NK അക്ബർ MLA ഉദ്ഘാടനം ചെയ്യും. പഞ്ചായത്ത് പ്രസിഡന്റ് ജാസ്മിൻ ഷഹീർ അധ്യക്ഷയാകും. ഹാൾ, കുട്ടികൾക്കായി പ്രത്യേകം സജ്ജീകരിച്ച മുറി, അടുക്കള, സ്റ്റോർ റൂം, ശുചിമുറികൾ എന്നിവയാണ് 594 ചതുരശ്ര അടി വിസ്തൃതിയുള്ള കെട്ടിടത്തിൽ ഉള്ളത്. അങ്കണവാടിക്ക് ചുറ്റുമതിലും ഗേറ്റും സ്ഥാപിച്ചിട്ടുണ്ട്. റോഡിൽ നിന്നും ഇവിടേക്കുള്ള 60 മീറ്ററോളം 3 അടി വീതിയുള്ള നടവഴി കട്ട വിരിച്ചു. AC, LED TV ഉൾപ്പെടെയുള്ള സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. പഞ്ചായത്തിൽ എയർ കണ്ടീഷൻ സ്ഥാപിച്ച ആദ്യ അങ്കണവാടിയാണ് ഇത്. MLA ഫണ്ടിൽ നിന്നും 25 ലക്ഷം രൂപ ചെലവിട്ടാണ് കെട്ടിടം പണിതത്. LSGD എഞ്ചിനീയറിംഗ് വിഭാഗത്തിനായിരുന്നു നിർമ്മാണ ചുമതല. 2023 നവംബറിലാണ് ശിലാസ്ഥാപനം നടത്തിയത്. കെട്ടിടം പണി വേഗത്തിൽ പൂർത്തിയായെങ്കിലും വൈദ്യുതീകരണ ടെൻഡർ നടപടി വൈകി. 4.5 വർഷത്തിനിടെ സ്മാർട്ട് സംവിധാനത്തോടെ നിർമ്മാണം പൂർത്തിയാക്കിയ പഞ്ചായത്തിലെ 7ാമത്തെ അങ്കണവാടിയാണ് ഇത്. (2025-26) വർഷത്തെ ബജറ്റിൽ ഉൾപ്പെടുത്തിയ ഗുരുവായൂർ ചാവക്കാട് നഗരസഭകളിലൂടെ പോകുന്ന കാവീട് മുതുവട്ടൂർ റോഡ് ടാറിംഗ് പ്രവൃത്തിക്ക് 1.5 കോടി രൂപയുടെ ഭരണാനുമതിയായി. പൊതുമരാമത്ത് വകുപ്പ് റോഡ് വിഭാഗമാണ് പ്രവൃത്തി നിർവഹിക്കുന്നത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെ ഉടമസ്ഥതയിലുണ്ടായിരുന്ന ഈ റോഡ് പൊതുമരാമത്ത് വകുപ്പ് ഏറ്റെടുത്താണ് നവീകരണത്തിനായി ഫണ്ട് അനുവദിച്ച് ഉത്തരവായത്. കരിക്കാട് ഭട്ടിമുറി കൊടിയഞ്ചിറ ഭഗവതി ക്ഷേത്രത്തിൽ രാമായണ മാസാചരണത്തിന് തുടക്കമായി. ക്ഷേത്ര മേൽശാന്തി സൂരജ് കൃഷ്ണൻ നമ്പൂതിരി ഭദ്രദീപം കൊളുത്തി പാരായണത്തിന് തുടക്കം കുറിച്ചു. കർക്കിടകം 1 മുതൽ 11 ദിവസങ്ങളിലായി നടക്കുന്ന രാമായണ പാരായണത്തിൽ ഒരുവന്നൂർ മനക്കിൽ ശ്രീദേവി അന്തർജനമാണ് പാരായണം നടത്തുന്നത്. സമാപന ദിവസമായ കർക്കിടകം 11-ന് ഞായറാഴ്ച 108 നാളികേരം കൊണ്ടുള്ള അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും ഗജപൂജ, ആനയൂട്ട്, ശ്രീരാമ പട്ടാഭിഷേകം, ഘോഷയാത്ര എന്നിവയും ഉണ്ടായിരിക്കും. അന്നേ ദിവസം ഭക്തജനങ്ങൾക്ക് പ്രസാദൂട്ട് നടത്തും. കർക്കിടകം 16-നാണ് ക്ഷേത്രത്തിൽ ഔഷധ സേവ നടക്കുന്നതെന്ന് ക്ഷേത്രം ഭരണസമിതി സെക്രട്ടറി KR ഉണ്ണിക്കുട്ടൻ, ബാബു വില്ലയിൽ, KB മോഹനൻ, CU നായർ, AV വിജയൻ എന്നിവർ പറഞ്ഞു. ജൂലൈ 28-ന് നാലമ്പല ദർശനയാത്രയും നടത്തുന്നുണ്ട്. CA പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ ചമ്മന്നൂർ സ്വദേശി അഹമ്മദ് സഹലിനെ EMS കൾച്ചറൽ സെന്റർ ചമ്മന്നൂരിന്റെ ആഭിമുഖ്യത്തിൽ അനുമോദിച്ചു. പുന്നയൂർകുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജാസ്മിൻ ഷഹീർ ഉപഹാരം നൽകി. കൾച്ചറൽ സെന്റർ ചെയർമാൻ VA അബ്ദുൽ ഖാദർ, CPIM ലോക്കൽ സെക്രട്ടറി V അപ്പു മാസ്റ്റർ, ലോക്കൽ കമ്മിറ്റി മെമ്പർ രാജൻ മാസ്റ്റർ, കാർട്ടൂണിസ്റ്റ് IP സക്കീർ ഹുസൈൻ, EK ഷഹീർ, E മൊയ്തുട്ടി, അലി തറയിൽ, ബക്കർ എളമ്പനക്കാട്ടിൽ, മഹാദിർ തുടങ്ങിയവർ പങ്കെടുത്തു. കണ്ണനു മുന്നിൽ കുചേലനായി അരങ്ങിലെത്തി സിനിമാ താരം മഞ്ജു വാര്യരുടെ അമ്മ ഗിരിജ മാധവൻ. കർക്കിടക സംക്രമദിനമായ ചൊവ്വാഴ്ച രാത്രി ഗുരുവായൂർ മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ അരങ്ങേറിയ കുചേലവൃത്തം കഥകളിയിലാണ് ഗിരിജാ മാധവൻ കുചേല വേഷത്തിൽ അരങ്ങിലെത്തിയത്. കലാനിലയം ഗോപി ശ്രീകൃഷ്ണന്റെ വേഷത്തിൽ അരങ്ങിലെത്തി.
സർവതോഭദ്രം ആര്യ രുക്മിണിയായി കലാനിലയം രാജീവൻ നമ്പൂതിരി, ഹരിശങ്കർ കണ്ണമംഗലം എന്നിവരായിരുന്നു സംഗീതം, കലാനിലയം ദീപക് ചെണ്ടയും കലാനിലയം പ്രകാശൻ മദ്ദളവും കൈകാര്യം ചെയ്തു. ഗിരിജാമാധവന്റെ വഴിപാടായാണ് കഥകളി സമർപ്പണം നടത്തിയത്. കടവല്ലൂർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റായിരുന്ന വി കേശവന്റെ രണ്ടാം ചരമവാർഷികം എരുമപ്പെട്ടി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആചരിച്ചു. അനുസ്മരണ യോഗം മുതിർന്ന നേതാവ് ടി കെ ദേവസി ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് എം നിഷാദ് അധ്യക്ഷനായി. UDF കുന്നംകുളം നിയോജക മണ്ഡലം കൺവീനർ അമ്പലപ്പാട്ട് മണികണ്ഠൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. എം സലീം, MK ജോസ്, NK കബീർ, MC ഐജു, AU മനാഫ്, സഫീന അസീസ്, മീന ശലമോൻ തുടങ്ങിയവർ സംസാരിച്ചു. തൃത്താല പഞ്ചായത്തിലെ തെരുവു നായ്ക്കൾക്ക് പേവിഷബാധ പ്രതിരോധ കുത്തിവയ്പ് നൽകി. ഒറ്റ ദിവസം കൊണ്ട് 150-ലേറെ തെരുവു നായ്ക്കൾക്കാണ് പ്രതിരോധ വാക്സിൻ കുത്തിവയ്പ് നടത്തിയത്. തൃത്താല ഗ്രാമപഞ്ചായത്തിന്റെയും സംസ്ഥാന മൃഗസംരക്ഷണ വകുപ്പിന്റെയും നേതൃത്വത്തിലായിരുന്നു മാതൃകാ പ്രവർത്തനം. ഏതാനും ദിവസം മുമ്പ് തൃത്താല പഞ്ചായത്തിലെ ഞാങ്ങാട്ടിരിയിൽ നിരവധി പേർക്ക് തെരുവുനായയുടെ കടിയേറ്റിരുന്നു. പിന്നീട് ആളുകളെ ആക്രമിച്ച തെരുവുനായ പേവിഷബാധ മൂലം ചാവുകയും ചെയ്തു. തുടർന്ന് പഞ്ചായത്ത് നേതൃത്വത്തിൽ പഞ്ചായത്തിലെ തെരുവുനായ്ക്കൾക്ക് പേവിഷബാധ പ്രതിരോധ വാക്സിൻ കുത്തിവെച്ചു. വ്യാഴാഴ്ച രാവിലെ 7 മണിക്ക് ആരംഭിച്ച കുത്തിവെപ്പ് വൈകിട്ട് 6 വരെ നീണ്ടു. പഞ്ചായത്തിലെ വിവിധ വാർഡുകളിലായി 150-ലേറെ തെരുവുനായ്ക്കൾക്ക് പ്രതിരോധ വാക്സിൻ നൽകി. പ്രത്യേക പരിശീലനം ലഭിച്ച സ്ട്രീറ്റ് ഡോഗ് കാച്ചർമാരെ സ്ഥലത്തെത്തിച്ച ശേഷം പ്രത്യേക വല ഉപയോഗിച്ച് തെരുവുനായകളെ പിടികൂടുകയും അവയ്ക്ക് വാക്സിൻ കുത്തിവെക്കുകയുമാണ് ചെയ്തത്. വാക്സിൻ നൽകിയ നായകളെ തിരിച്ചറിയാനായി സ്പ്രേ പെയിന്റ് ഉപയോഗിച്ച് മാർക്ക് ചെയ്യുകയും ചെയ്തു. മേഴത്തൂർ വെറ്റിനറി ഹോസ്പിറ്റലിലെ ഡോക്ടർ അമൽ സ്റ്റെഫി, ലൈവ് സ്റ്റോക്ക് ഇൻസ്പെക്ടർ സ്റ്റെഫി എന്നിവർ നേതൃത്വം നൽകി. അക്കിക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ രാമായണ മാസാചരണത്തിന്റെ ഭാഗമായി കർക്കിടകം 1 മുതൽ 9 വരെ നടക്കുന്ന രാമായണ നവാഹ യജ്ഞത്തിന് തുടക്കമായി. യജ്ഞവേദിയിൽ ഉഷ നിവേദ്യം, ലളിത സഹസ്രനാമ ജപം എന്നിവയ്ക്ക് ശേഷം യജ്ഞാചാര്യ പെരിങ്ങോട് മാത്തൂർ മനക്കൽ ശൈലജ അന്തർജനം രാമായണ പാരായണത്തിന് തുടക്കം കുറിച്ചു. മാസാചരണത്തിന്റെ ഭാഗമായി ക്ഷേത്രത്തിൽ പ്രത്യേക വഴിപാടുകളും വിശേഷാൽ പൂജകളും നടക്കും. കർക്കിടകം 4-ന് പുലർച്ചെ 5 മണിക്ക് ക്ഷേത്രം തന്ത്രി കരകന്നൂർ വടക്കേടത്ത് നാരായണൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിൽ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും ഗജപൂജയും ആനയൂട്ടും ഉണ്ടായിരിക്കും. രാവിലെ 6 മുതൽ വൈകിട്ട് 6 വരെ നടക്കുന്ന പാരായണം ശ്രവിക്കുവാൻ എത്തുന്ന ഭക്തജനങ്ങൾക്ക് ക്ഷേത്രം ഊട്ടുപുരയിൽ പ്രസാദ ഊട്ടും ഉണ്ടായിരിക്കും. കർക്കിടകം 11-നാണ് ക്ഷേത്രത്തിലെ ഇല്ലനിറയെന്ന് ഭരണസമിതി ഭാരവാഹികൾ അറിയിച്ചു. കേരള പ്രവാസി സംഘം പുന്നയൂർകുളം വെസ്റ്റ് മേഖലാ കൺവെൻഷൻ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം ശാലിനി രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. അണ്ടത്തോട് VP മാമു സ്മാരക ഹാളിൽ നടത്തിയ യോഗത്തിന് EP സുഭാഷ് അധ്യക്ഷത വഹിച്ചു. ഏരിയ സെക്രട്ടറി ബാഹുലയൻ പള്ളിക്കര, CPIM പുന്നയൂർകുളം വെസ്റ്റ് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി AD ധനീബ്, പ്രവാസി സംഘം ജില്ലാ കമ്മിറ്റി അംഗം ഷെരീഫ് തളികശ്ശേരി തുടങ്ങിയവർ സംസാരിച്ചു. വി താജുദ്ദീൻ പാനൽ അവതരിപ്പിച്ചു. 15-അംഗ എക്സിക്യൂട്ടീവ് കമ്മിറ്റി രൂപീകരിച്ചു. പുതിയ ഭാരവാഹികളായി പ്രസിഡന്റ് അസ്ലം കണക്കക്കോട്ട്, സെക്രട്ടറി മൂസ അലത്തയിൽ, ട്രഷറർ അബ്ദുള്ള വിരുത്തിയിൽ എന്നിവരെ തെരഞ്ഞെടുത്തു. ഏരിയ സമ്മേളന പ്രതിനിധികളായി 15 എക്സിക്യൂട്ടീവ് അംഗങ്ങളെ തെരഞ്ഞെടുത്തു. കൂനമുച്ചി പീപ്പിൾസ് സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിലുള്ള കർഷക നഴ്സറിക്ക് തുടക്കമായി. ബാങ്ക് ഹെഡ് ഓഫീസിൽ സജ്ജമാക്കിയ കർഷക നഴ്സറിയുടെ ഉദ്ഘാടനം മുരളി പെരുന്നെല്ലി MLA നിർവഹിച്ചു. ബാങ്ക് പ്രസിഡന്റ് A ജയകൃഷ്ണൻ അധ്യക്ഷനായി. സൗജന്യ പച്ചക്കറി തൈകളുടെ വിതരണം ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് അംഗം നാൻസി ആന്റണി, കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്ത് അംഗം AA കൃഷ്ണൻ എന്നിവർ ചേർന്ന് നിർവഹിച്ചു. ചൂണ്ടൽ കൃഷി ഓഫീസർ ഭുവന, കണ്ടാണശ്ശേരി കൃഷി അസിസ്റ്റന്റ് അനൂപ്, ബാങ്ക് ഭരണസമിതി അംഗം PC രതീഷ്, ബാങ്ക് സെക്രട്ടറി KJ ബിജു എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ പങ്കെടുത്തവർക്ക് സൗജന്യ പച്ചക്കറി തൈ വിതരണവും നടന്നു. കൃഷിക്കാർ, സഹകാരികൾ തുടങ്ങി നിരവധി പേർ പങ്കെടുത്തു. തെങ്ങ്, കവുങ്ങ്, ഫലവൃക്ഷ തൈകൾ തുടങ്ങി വിവിധ ഇനം തൈകൾ ആകർഷകമായ വിലക്കുറവിലാണ് നഴ്സറിയിലൂടെ വിതരണം ചെയ്യുന്നത്. 10 ദിവസം നഴ്സറിയുടെ പ്രവർത്തനം ഉണ്ടായിരിക്കും. കടപ്പുറം പഞ്ചായത്തിലെ തൊട്ടാപ്പ് ഫോക്കസ് ഉപ്പാപ്പപ്പള്ളി റോഡിന്റെ ശോചനീയാവസ്ഥയിൽ പ്രതിഷേധിച്ച് CPM തൊട്ടാപ്പ് ബ്രാഞ്ചിന്റെ നേതൃത്വത്തിൽ റോഡിൽ വാഴ വെച്ച് പ്രതിഷേധിച്ചു.
2 മാസം മുമ്പ് റോഡിന്റെ അറ്റകുറ്റപ്പണികൾ നടന്നുവെങ്കിലും ഈ പ്രദേശത്തെ പരിപൂർണമായി ഒഴിവാക്കിയെന്നും പ്രവൃത്തിക്കായി 30 ലക്ഷം രൂപ വകയിരുത്തും എന്നും പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞുവെങ്കിലും യാതൊരുവിധ നടപടിയും ഉണ്ടായില്ല എന്നും വാർഡ് മെമ്പർ റാഹില വഹാബ് കുറ്റപ്പെടുത്തി. നിരന്തരമായി പ്രതിഷേധങ്ങൾ ഉണ്ടായിട്ടും പ്രദേശവാസികളെയും ഓട്ടോ തൊഴിലാളികളെയും മറ്റ് യാത്രക്കാരെയും വെല്ലുവിളിക്കുന്ന സമീപനമാണ് പഞ്ചായത്ത് അധികാരിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായതെന്നും പ്രതിഷേധക്കാർ പറഞ്ഞു. CPM ലോക്കൽ സെക്രട്ടറി NM ലത്തീഫ്, ബ്രാഞ്ച് സെക്രട്ടറി KM സക്കീർ, പ്രദേശവാസികളായ യൂസഫ്, മുഹമ്മദ് ഹസൻ തുടങ്ങിയവർ സംസാരിച്ചു. കുന്നംകുളം നഗരസഭ ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയുടെ ആഭിമുഖ്യത്തിൽ കർക്കിടക കഞ്ഞിക്കൂട്ട് വിതരണം നടത്തി. ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു. വൈസ് ചെയർപേഴ്സൺ സൗമ്യ അനിലൻ അധ്യക്ഷത വഹിച്ചു. സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ PM സുരേഷ്, സജിനി പ്രേമൻ, പ്രിയ സജീഷ്, PK ഷബീർ, കൗൺസിലർമാരായ ഷീജ ഭരതൻ, VK സുനിൽകുമാർ, മെഡിക്കൽ ഓഫീസർ ഡോക്ടർ മിഥു K തമ്പി, സ്പോർട്സ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ K സ്മിത, ജോയ് ജോർജ് തുടങ്ങിയവർ പങ്കെടുത്തു. ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയിൽ വെള്ളിയാഴ്ച മുതൽ ഔഷധ കഞ്ഞിക്കൂട്ട് വിതരണം ഉണ്ടായിരിക്കുമെന്ന് മെഡിക്കൽ ഓഫീസർ അറിയിച്ചു. കടങ്ങോട് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ ആസ്മ, അലർജി, വിട്ടുമാറാത്ത ചുമ എന്നിവയുടെ രോഗനിർണയ ക്യാമ്പ് നടത്തി. ആസ്മയെ പിടിച്ചുകെട്ടാം എന്ന ശീർഷകത്തിൽ നടത്തിയ ക്യാമ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് മീന സാജൻ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബീന രമേശ് അധ്യക്ഷയായി. അസിസ്റ്റന്റ് സർജനും പൾമണോളജിസ്റ്റുമായ ഡോക്ടർ J പാർവതി ക്ലാസ് എടുത്തു. മെഡിക്കൽ ഓഫീസർ ഡോക്ടർ നിയാസ് അഹമ്മദ്, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ PK പ്രസന്നൻ, ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സ് സിമി തുടങ്ങിയവർ സംസാരിച്ചു. ശ്രീരാമ പട്ടാഭിഷേക പ്രതിഷ്ഠയുള്ള ശ്രീരാമസ്വാമി, സീതാദേവി, ഹനുമാൻ സ്വാമി, ലക്ഷ്മണൻ എന്നിവർ ഒരേ ശ്രീകോവിലിൽ വാഴുന്ന ഭരത ശത്രുഘ്ന സാന്നിധ്യമുള്ള നാലമ്പല ദർശന പുണ്യം ലഭിക്കുന്ന ക്ഷേത്രമായ ചിറളയം ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ രാമായണ മാസാചരണത്തിന് തുടക്കമായി. ജൂലൈ 17 മുതൽ ആഗസ്റ്റ് 17 വരെ എല്ലാ ദിവസവും അഷ്ടദ്രവ്യ ഗണപതി ഹോമം, രാമായണ പാരായണം, പ്രഭാത ഭക്ഷണം എന്നിവ ഉണ്ടാകും. ജൂലൈ 24 വ്യാഴാഴ്ച തന്ത്രി പൂജയും 27 ഞായറാഴ്ച ഇല്ലനിറ, പുത്തരിപ്പായസ നിവേദ്യ സമർപ്പണവും നടക്കും. ജൂലൈ 10 മുതൽ 12 വരെ ഋഗ്വേദ മുറജപം ക്ഷേത്രം തന്ത്രി മടത്തിൽ മുണ്ടയൂർ MM ദിവാകരൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ നടന്നിരുന്നു. ശ്രീരാമസ്വാമി ടെമ്പിൾ ട്രസ്റ്റ് പ്രസിഡന്റ് പ്രഭാകരൻ ഏറത്ത്, സെക്രട്ടറി കരുണ പ്രസാദ്, ട്രഷറർ വിനോദ് കുമാർ ചാണിശ്ശേരി തുടങ്ങിയവർ നേതൃത്വം നൽകും. ഗതാഗതക്കുരുക്കിലമർന്ന് കൂറ്റനാട് ടൗൺ, ദുരിതത്തിലായി വാഹനയാത്രക്കാരും കാൽനട യാത്രികരും. തൃത്താല മണ്ഡലത്തിലെ ഏറ്റവും തിരക്കുള്ള ടൗണാണ് കൂറ്റനാട്. പട്ടാമ്പി ഗുരുവായൂർ, എടപ്പാൾ പട്ടാമ്പി, തൃത്താല കൂറ്റനാട് റോഡുകളുടെ സംഗമ സ്ഥലമാണ് കൂറ്റനാട് ടൗൺ. നിലവിൽ കൂറ്റനാട് ടൗണിൽ ഗതാഗതക്കുരുക്ക് പതിവ് കാഴ്ചയാണ്. ടൗൺ കടന്നു കിട്ടാൻ മിക്കപ്പോഴും ഏറെ സമയം റോഡിൽ കാത്തുകിടക്കേണ്ട അവസ്ഥയിലാണ് വാഹനയാത്രക്കാർ. തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത്, നാഗലശ്ശേരി പഞ്ചായത്ത്, കൃഷിഭവൻ, സ്കൂളുകൾ, സർക്കാർ, അർദ്ധ സർക്കാർ സ്ഥാപനങ്ങൾ എല്ലാം കൂറ്റനാട് ടൗണിലും പരിസരങ്ങളിലുമാണ്. വിവിധ ആവശ്യങ്ങൾക്കായി ദിനംപ്രതി ഒട്ടേറെ പേർ വന്നുപോകുന്ന അങ്ങാടിയിൽ ഗുണകരമായ ഗതാഗത സംവിധാനങ്ങളുടെ കുറവ് നാട്ടുകാരുടെ ജീവിതം ദുരിതമാക്കുന്നു. സ്ഥിരമായുള്ള പോലീസ് നിരീക്ഷണവും നിയന്ത്രണവും കൂറ്റനാട് അങ്ങാടിയിലില്ല. സംസ്ഥാന പാതയിലെ ഏറ്റവും തിരക്കുള്ള ടൗണുകളിലൊന്നായിട്ടും നഗരത്തിൽ സിഗ്നൽ സംവിധാനങ്ങളുമില്ല. ഗതാഗതക്കുരുക്കിന് പരിഹാരമായി പ്രഖ്യാപിച്ച കൂറ്റനാട് ടൗൺ വികസനം അനന്തമായി നീളുകയുമാണ്. പെരുമ്പിലാവ് അൻസാർ ഇംഗ്ലീഷ് സ്കൂളിൽ 2025-26 ബാച്ച് ജൂനിയർ SPC കേഡറ്റുകളുടെ ബാച്ച് ഉദ്ഘാടനം കുന്നംകുളം പോലീസ് സ്റ്റേഷൻ അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ CV മധു നിർവഹിച്ചു. പുതിയ കാലത്ത് ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിൽ SPC വിദ്യാർത്ഥികളുടെ പങ്ക് നിർണായകമാണെന്നും കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്ന വിദ്യാർത്ഥികൾക്ക് നേർവഴി കാണിക്കുക എന്നത് മൂല്യവത്തായ വിദ്യാഭ്യാസത്തിന്റെ മാതൃകയാണെന്നും അദ്ദേഹം വിദ്യാർത്ഥികളോടായി പറഞ്ഞു. സ്കൂൾ SPC വിഭാഗ മേധാവി സാജിദ റസാഖ് അധ്യക്ഷത വഹിച്ചു. അൻസാർ സ്കൂൾ SPC ഡ്രിൽ ഇൻസ്ട്രക്ടർ P അൻഷാദ് സംസാരിച്ചു. കമ്മ്യൂണിറ്റി പോലീസ് ഓഫീസർമാരായ KA അബൂബക്കർ സ്വാഗതവും PK ആതിര നന്ദിയും പറഞ്ഞു. കടവല്ലൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ NSS യൂണിറ്റിന്റെ നേതൃത്വത്തിൽ എടപ്പാൾ റൈഹാൻ കണ്ണാശുപത്രിയുമായി സഹകരിച്ച് കുട്ടികൾക്കായി സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പ് നടത്തി. PTA പ്രസിഡന്റ് VK മോഹനൻ ഉദ്ഘാടനം ചെയ്തു. പ്രിൻസിപ്പാൾ KV വൃന്ദ അധ്യക്ഷയായ യോഗത്തിൽ റൈഹാൻ ആശുപത്രിയിലെ ഹിസാന തസ്നി നേത്രരോഗങ്ങളെക്കുറിച്ചും നേത്ര സംരക്ഷണത്തെക്കുറിച്ചും സംസാരിച്ചു. പ്രധാന അധ്യാപിക ബിന്ദു ബാബു, MPTA പ്രസിഡന്റ് രജീന, NSS വളണ്ടിയർ KA ആര്യ, റുമേസ് ഫാത്തിമ തുടങ്ങിയവർ സംസാരിച്ചു. ഒപ്റ്റോമെട്രിസ്റ്റ് റിൻഷ, NSS വളണ്ടിയർ ലീഡർമാർ തുടങ്ങിയവർ ക്യാമ്പിന് നേതൃത്വം നൽകി.
ചക്കംകണ്ടം ശ്രീ രാമൻകുളങ്ങര ദുർഗാ ഭഗവതി ക്ഷേത്രത്തിൽ രാമായണ മാസാചരണം സംഘടിപ്പിച്ചു. നിഗമാനന്ദ തീർത്ഥപാദസ്വാമി, ശുദ്ധ വിഗ്രഹ സ്വരൂപപാദ എന്നിവർ രാമായണ പ്രഭാഷണം നടത്തി. തുടർന്ന് ഔഷധക്കഞ്ഞി വിതരണവുമുണ്ടായി. ക്ഷേത്രം പ്രസിഡന്റ് ബാബു കർത്താരൻ, വൈസ് പ്രസിഡന്റ് അശോകൻ കറുത്തേടത്ത്, സെക്രട്ടറി വിനോദ് പണ്ടാരിക്കൽ, പ്രദീപ് കറുത്തേടത്ത്, CR ഭരതൻ, ശ്രുതി ഷാജി എന്നിവർ നേതൃത്വം നൽകി. പ്രൊഫസർ CC വിജയൻ സ്വാഗതവും മാതൃസമിതി സെക്രട്ടറി പ്രവിഷ സജീവ് നന്ദിയും പറഞ്ഞു. പുത്തമ്പള്ളി സൗത്ത് NSS വനിതാ സമാജത്തിന്റെ ആഭിമുഖ്യത്തിൽ രാമായണ പാരായണം നടന്നു. NSS ചാവക്കാട് താലൂക്ക് യൂണിയൻ വൈസ് പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. K. ഇന്ദിരാദേവി അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ അച്യുതൻകുട്ടി മാസ്റ്റർ മുഖ്യപ്രഭാഷണം നടത്തി. ബിന്ദു നാരായണൻ രാമായണത്തെക്കുറിച്ച് സംസാരിച്ചു. കരയോഗം പ്രസിഡന്റ് OK നാരായണൻ, മുൻ കരയോഗം പ്രസിഡന്റ് ദാമോദരൻ, സെക്രട്ടറി B. ശശിധരൻ, ട്രഷറർ വേണുഗോപാൽ, മുൻ സെക്രട്ടറി V. മോഹനൻ, CP നായർ, വിജയലക്ഷ്മി, ശാന്ത ദാമോദരൻ നായർ എന്നിവർ സംസാരിച്ചു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കുന്നംകുളം യൂണിറ്റ് നേതൃത്വത്തിൽ സംസ്ഥാന ഹരിത കേരള മിഷന്റെ ഒരു തൈ നടാം എന്ന പദ്ധതിയുടെ ഭാഗമായി കുന്നംകുളം കൃഷിഭവനുമായി ചേർന്ന് കാർഷിക സെമിനാർ സംഘടിപ്പിച്ചു. കൃഷിഭവനിൽ നടന്ന സെമിനാർ KSSPU യൂണിറ്റ് പ്രസിഡന്റ് MA വേലായുധൻ മാസ്റ്ററിന്റെ അധ്യക്ഷതയിൽ നഗരസഭാ വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ PM സുരേഷ് ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ കാർഷിക മേഖലയിലെ മികച്ച പ്രവർത്തനത്തിന് കൃഷി ഓഫീസർ S. ജയനെ പൊന്നാട അണിയിച്ച് ആദരിച്ചു. KSSPU കുന്നംകുളം യൂണിറ്റ് സെക്രട്ടറി ഡെന്നീസ് മങ്ങാട്, ഹരിത കേരള മിഷൻ റിസോഴ്സ് പേഴ്സൺ ഭവ്യ വിൻസാൽ, അസിസ്റ്റന്റ് കൃഷി ഓഫീസർ YS അനിൽകുമാർ, TK രവി, PK വേലു, P. സരസ്വതി, ശ്രീകല എന്നിവർ പങ്കെടുത്തു. തുടർന്ന് നടന്ന ഫലവർഗ കൃഷി രീതികളെക്കുറിച്ചുള്ള സെമിനാറിൽ കൃഷിഭവൻ ഓഫീസർ S. ജയൻ ക്ലാസുകൾ എടുത്തു. പങ്കെടുത്ത എല്ലാവർക്കും ഫലവൃക്ഷ തൈകളും പച്ചക്കറി വിത്തുകളും സൗജന്യമായി നൽകി. കുന്നംകുളം നഗരസഭ 28-ാം വാർഡ് ചെമ്മണ്ണൂർ തെക്കുഭാഗം AKG ബൈലൈൻ റോഡ് ഇന്റർലോക്ക് പിരിച്ച് നവീകരിച്ചതിന്റെ ഉദ്ഘാടനവും വാർഡിൽ സ്ട്രീറ്റ് ലൈറ്റ് സ്ഥാപിച്ചതിന്റെ ഉദ്ഘാടനവും നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ നിർവഹിച്ചു. 2024-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 8 ലക്ഷം രൂപ ചെലവഴിച്ചാണ് 150 മീറ്റർ നീളത്തിൽ റോഡ് നവീകരിച്ചിട്ടുള്ളത്. 1 ലക്ഷം രൂപ ചെലവഴിച്ചാണ് സ്ട്രീറ്റ് ലൈറ്റുകൾ സ്ഥാപിച്ചത്. യോഗത്തിൽ വാർഡ് കൗൺസിലർ ഷീജ ഭരതൻ അധ്യക്ഷത വഹിച്ചു. വൈസ് ചെയർപേഴ്സൺ സൗമ്യ അനിലൻ, വികസന സ്ഥിരം സമിതി അധ്യക്ഷൻ PM സുരേഷ്, പൊതുമരാമത്ത് സ്ഥിരം സമിതി അധ്യക്ഷ പ്രിയ സജീഷ്, കൗൺസിലർ VK സുനിൽകുമാർ, OG ബാജി, CK ലിജീഷ്, മനോജ് ചെമ്മണ്ണൂർ തുടങ്ങിയവർ പങ്കെടുത്തു. ആഗസ്റ്റ് 17-ന് നടത്തുന്ന ഗുരുവായൂർ ചിങ്ങമഹോത്സവത്തിന്റെ ഭാഗമായുള്ള മഹാ മഞ്ജുളാൽ തറമേളത്തിൽ വാദ്യ കലാകാരന്മാർക്ക് അണിചേരാൻ അവസരം. വാദ്യ പ്രവീൺ ഗുരുവായൂർ ജയപ്രകാശിന്റെ മേള പ്രമാണിത്വത്തിൽ 251 വാദ്യ കലാകാരന്മാരാണ് മഹാ മഞ്ജുളാൽ തറമേളത്തിൽ അണിനിരക്കുക. എടക്കളത്തൂർ അജി വലന്തല, പലമണ്ണ മനോഹരൻ കുറുങ്കുഴൽ, പാഞ്ഞാൾ വേലുകുട്ടി ഇലത്താളം, പഴമ്പാലക്കോട് സെൽവൻ കൊമ്പ് എന്നീ പ്രതിഭകൾ സാരഥ്യം വഹിക്കും. മേളത്തിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ ആഗസ്റ്റ് 10-ന് മുമ്പായി 94 47 20 83 43 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. കേന്ദ്ര നൈപുണ്യ വികസന സംരംഭകത്വ മന്ത്രാലയത്തിനു കീഴിൽ പ്രവർത്തിക്കുന്ന ജൻ ശിക്ഷൺ സംസ്ഥാൻ തൃശൂരിന്റെ സ്ഥാപക ദിനാചരണത്തോടനുബന്ധിച്ച് കോൺവൊക്കേഷൻ സെറമണിയും യൂത്ത് സ്കിൽ ഡേ ആഘോഷവും നടത്തി. തൃശൂർ ഗവൺമെന്റ് മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കൗശൽ ദീക്ഷന്ത് സമാരോഹ് എന്ന തലക്കെട്ടിൽ നടന്ന ചടങ്ങിന്റെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് നിർവഹിച്ചു. JSS തൃശൂർ ചെയർപേഴ്സൺ സുനിത പ്രമോദ് അധ്യക്ഷത വഹിച്ചു. സുധാ സോളമൻ, TG അഭിജിത്ത്, ബിന്ദു, VB ആര്യൻ, KP ബിന്ദു, AK ലോചനൻ, KN പ്രീതി എന്നിവർ പങ്കെടുത്തു. പരിപാടിയോടനുബന്ധിച്ച് JSSന്റെ പരിശീലനം നേടിയ ജില്ലയിലെ 1800 ഗുണഭോക്താക്കൾക്ക് സർട്ടിഫിക്കറ്റ് വിതരണവും പൂർവ്വ ഗുണഭോക്താക്കളുടെ സംഗമവും ഏറ്റവും നല്ല സംരംഭകരെ ആദരിക്കലും എക്സിബിഷനും നടത്തി. വിപണി ആൽബ റീജൻസി ചൂണ്ടലിൽ പ്രവർത്തനം ആരംഭിച്ചു. കുടുംബാംഗങ്ങളുടെയും സുഹൃത്തുക്കളുടെയും സാന്നിധ്യത്തിൽ സ്ഥാപനമുടമ ജയനന്ദൻ ഉദ്ഘാടനം ചെയ്തു.
16 മുറികൾ, ബാൻക്വറ്റ് ഹാൾ, കോൺഫറൻസ് റൂം എന്നീ സൗകര്യങ്ങളോടെയാണ് 4 സ്റ്റാർ കാറ്റഗറിയിലുള്ള ഹോട്ടൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. വിശാലമായ പാർക്കിംഗ്, മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്, 24-hour റിസപ്ഷൻ, റൂം സർവീസ്, ഫ്രീ വൈഫൈ, ബിസിനസ് സെന്റർ, ട്രാവൽ ഡെസ്ക്, ഡോക്ടർ ഓൺ കോൾ, ലോണ്ടറി, ട്രാൻസ്പോർട്ടേഷൻ തുടങ്ങിയ സേവനങ്ങളും ലഭ്യമാണ്. കെട്ടിടത്തിൽ ശ്രീ MU ശരവണ ഭവൻ പ്യുവർ വെജ് ഹോട്ടലും പ്രവർത്തിക്കുന്നു. ഗുരുവായൂർ പോലീസ് സ്റ്റേഷനു സമീപം ജാനകി സ്യൂട്ട്സ്, വർഷ അപ്പാർട്ട്മെന്റ്സ് ചമ്മനൂർ എന്നിവ സഹോദര സ്ഥാപനങ്ങളാണ്. ആൽബാർ ഏജൻസി, ഗുരുവായൂർ റോഡ്, ചൂണ്ടൽ. ഫോൺ 9048 23 0333 04885 23 2333. മരുതയൂർ ഗവൺമെന്റ് UP സ്കൂളിൽ നടന്ന ലഹരി വിരുദ്ധ സെമിനാർ 24 കേരള ബറ്റാലിയൻ അസോസിയേറ്റഡ് NCC ഓഫീസർ മേജർ PJ സ്റ്റൈജു ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് AT പ്രവീൺ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ മാധ്യമപ്രവർത്തകൻ സുബ്രഹ്മണ്യൻ ഇരിപ്പിശ്ശേരി മുഖ്യാതിഥിയായി. സ്കൂൾ പ്രധാനാധ്യാപിക PS മീന, MPTA പ്രസിഡന്റ് സരിത രാജീവ്, CJ ഷൈനി, K ഷാനിബ എന്നിവർ സംസാരിച്ചു. സ്കൂൾ ലൈബ്രറിയിലേക്ക് സുബ്രഹ്മണ്യൻ ഇരിപ്പിശ്ശേരി സംഭാവന ചെയ്ത പുസ്തകങ്ങൾ PJ സ്റ്റൈജു വിദ്യാലയ അധികൃതർക്ക് സമ്മാനിച്ചു. കുട്ടികളുടെ വായനാ മുറിയിലേക്കുള്ള പുസ്തകങ്ങൾ ക്ലാസ് പ്രതിനിധികൾക്കും കൈമാറി. സമ്മേളനത്തിനു ശേഷം അധ്യാപകരും വിദ്യാർത്ഥികളും ചേർന്ന് ലഹരി വിരുദ്ധ പ്രതിജ്ഞയെടുത്തു. സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 9050 രൂപ, പവന് 72,400 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 120 രൂപ. ചരമം. പെരുമ്പിലാവ് കോടമുക്ക് വീട്ടിലയിൽ പരേതനായ കുഞ്ഞുമോൻ മകൻ ഹൈദ്രോസ് നിര്യാതനായി. 75 വയസ്സായിരുന്നു. ഖബറടക്കം പെരുമ്പിലാവ് സെൻട്രൽ ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ നടന്നു. സെഫിയയാണ് ഭാര്യ. ഫിറോസ്, ഫിയാസ്, ഫസീല എന്നിവർ മക്കളാണ്. തെക്കേപ്പുറം വടക്കത്ത് വീട്ടിൽ ചന്ദ്രശേഖരൻ നിര്യാതനായി. 85 വയസ്സായിരുന്നു. CSIR റിട്ടയേർഡ് സീനിയർ സയന്റിസ്റ്റാണ് പരേതൻ. സംസ്കാരം വെള്ളിയാഴ്ച രാവിലെ 11 മണിക്ക് സ്വവസതിയിൽ നടത്തും. പ്രേമാവതി ഭാര്യയും സിന്ധു, സന്ധ്യ എന്നിവർ മക്കളുമാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വ്രതപുണ്യവുമായി കർക്കിടകം 1. രാമായണത്തിന്റെ പൊരുളും നന്മയും പകർന്നു നൽകുന്ന രാമായണ മാസാചരണത്തിന് തുടക്കമായി. ഇനിയുള്ള 30 നാൾ ക്ഷേത്രങ്ങളും ഹൈന്ദവ ഭവനങ്ങളും രാമായണ ധ്വനികളാൽ മുഖരിതമാകും. കർക്കിടക പുലരിയിൽ തൃശൂർ വടക്കുന്നാഥ ക്ഷേത്രത്തിൽ മഹാഗണപതി ഹോമവും ഗജപൂജയും ആനയൂട്ട് നടന്നു. CCTVയിൽ ദിവസവും രാവിലെയും വൈകിട്ടും 6:30 കർക്കിടക പുണ്യം രാമായണ പാരായണവും പ്രഭാഷണവും സംപ്രേഷണം ചെയ്യും. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ അതിതീവ്ര മഴ തുടരുന്നു. കടവല്ലൂർ പഞ്ചായത്തിലെ പരുവക്കുന്നിൽ ശക്തമായ മഴയെ തുടർന്ന് വീടിന്റെ ഭിത്തി ഇടിഞ്ഞു വീണു. വീട്ടുകാർ പരിക്കേൽക്കാതെ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ചക്കംകണ്ടം മാലിന്യ നീക്കം സംബന്ധിച്ച ആശങ്ക പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ചാവക്കാട് കൗൺസിൽ യോഗത്തിൽ ബഹളം. പ്രതിപക്ഷം കൊണ്ടുവന്ന അടിയന്തര പ്രമേയം ചർച്ച ചെയ്യാത്തതിനെ തുടർന്നുണ്ടായ ബഹളത്തെ തുടർന്ന് ചെയർപേഴ്സൺ യോഗം പിരിച്ചുവിട്ടു. ജനകീയ വിഷയങ്ങളിൽ നിന്ന് ഭരണപക്ഷം ഒളിച്ചോടുന്നുവെന്ന് പ്രതിപക്ഷം. യോഗം കലുഷിതമാക്കിയത് പ്രതിപക്ഷമെന്ന് ചെയർപേഴ്സൺ. റോഡിന്റെ ശോചനീയാവസ്ഥയ്ക്കെതിരെ രാഷ്ട്രീയ വ്യത്യാസം മറന്ന് ഒറ്റക്കെട്ടായി തദ്ദേശ സ്ഥാപന ഭരണസമിതിയുടെ പ്രതിഷേധം. ചേറ്റുവ മുതൽ ചാവക്കാട് ബൈപ്പാസ് വരെയുള്ള ദേശീയപാതയുടെ ശോചനീയാവസ്ഥയ്ക്കെതിരെയും
ദേശീയപാത അധികൃതരുടെ നടപടികൾക്കെതിരെയും ഒരുമനൂർ പഞ്ചായത്ത് ഭരണസമിതിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ നടത്തി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.